പലപ്പോഴും എന്നെക്കൊണ്ടൊന്നും ഇനി കഴിയില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ട് പോവാൻ വെറുതെ ഇരുന്ന ഒരാളെ ആളുടെയും പൈസയും കൂടെ കളയേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞുള്ള ഒരുപാട് ഫാമിലിന്ന് എൻ്റെ അമ്മയാലും പുള്ളിയുടെ വീട്ടിൽ നിന്നൊക്കെ എനിക്കത് കേൾക്കേണ്ടി വന്നു. താങ്കളൊരു ഭാര്യയാണ്, അമ്മയാണ്, ഇതാ ഒരു ഓൺട്രപ്രണറാണ്. കുറ്റപ്പെടുത്തലുകൾ, ഇത്തരം വാക്കുകൾ വല്ലാത്ത ഒരു ഡിപ്രഷനല്ലേ അത്? താങ്കളെ ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ കൊണ്ട് എത്തിച്ചു അല്ലേ? എന്തായിരുന്നു അത്? ഒരുപാട് പറഞ്ഞ പോലെ ഡിപ്രഷൻ എന്നെ നന്നായിട്ട് ഫേസ് ചെയ്തു. പലപ്പോഴും എന്നെക്കൊണ്ടൊന്നും ഇനി കഴിയില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ട് പോവാൻ വെറുതെ ഇരുന്ന ഒരാളെ ആളുടെയും പൈസയും കൂടെ കളയേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞുള്ള ഒരുപാട് ഫാമിലിന്ന് എൻ്റെ അമ്മയാലും പുള്ളിയുടെ വീട്ടിൽ നിന്നൊക്കെ എനിക്കത് കേൾക്കേണ്ടി വന്നു. അങ്ങനെ ആ ടൈമിലും ക്ലോസ് ചെയ്ത സമയത്തും ഞാൻ തിരിച്ച് വീട്ടിൽ പോയി ഇരുന്ന് മൂടി കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. അന്നും മോൾക്ക് 1.5 വയസ്സ് ഒക്കെ ആയിരുന്നു. അച്ഛനും അമ്മയുടെ ഒപ്പം തന്നെയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു PG എടുത്തു. വീണ്ടും എനിക്ക് കൂടുതൽ എന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായിട്ട് കണ്ട് ഫസ്റ്റ് ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ടെലികോളറായിട്ട് കയറി. ഏറ്റവും കൂടുതൽ പറയുന്നെങ്കിൽ എൻ്റെ മോള് ആ കുഞ്ഞു പ്രായത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും ലാവന ഏറ്റുവാങ്ങേണ്ട പ്രായത്തിൽ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അച്ഛമ്മയുടെയും കൂടെയൊക്കെയാണ് വളർന്നത്. ആ ടൈമിൽ അവള് കാണിച്ചിരുന്ന ഒരു സാക്രിഫൈസ് ആണ് എൻ്റെ ലൈഫ് ഇത്രയും എത്തിക്കാൻ എൻ്റെ മോള് തന്നെയാണ്. അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഞാൻ അവൾക്ക് തന്നെ കൊടുക്കാറുള്ളൂ.